എഡ്ര കൊച്ചി മേഖല പൈതൃക ഫോറത്തിന്റെ ഉദ്ഘാടനം മുഹമ്മദ് ഷിയാസ് MLA നിർവഹിച്ചു. എഡ്ര കൊച്ചി മേഖല പൈതൃക ഫോറം ഉദ്ഘാടനം മുഹമ്മദ് ഷിയാസ് MLA നിർവഹിച്ചു. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ന് റെസിഡൻസ് അസോസിയേഷൻ നമുക്ക് പ്രധാനപ്പെട്ട ഒന്നായി ഒരു അവിഭാജ്യ ഘടകമായി സമൂഹത്തിൽ മാറിയിരിക്കുകയാണ്. ജനപ്രതിനിധികൾ കാണാതെ പോകുന്ന, ഭരണകൂടം കാണാതെ പോകുന്ന നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മുമ്പിൽ എത്തിക്കാനും അതിന് പരിഹാരം കാണാനും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾക്ക് കഴിയുന്നത് അത് ഫലപ്രദവുമാണ്. വിവിധ കാര്യങ്ങളിൽ, വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ അവരുടെ ഒരു ഇടപെടൽ അനിവാര്യമായി നടക്കുന്നവരുണ്ട്. നമ്മുടെ സമൂഹം ഇക്കാലം അത്രയും കാത്തു സംരക്ഷിച്ച നമ്മുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നവരുണ്ട്. നമുക്ക് ഈ കൂട്ടായ്മയുടെ ഒരു പ്രയോജനം നമ്മൾ പറഞ്ഞറിയിക്കത്തക്കതിനപ്പുറമാണ്. രണ്ടാമത്തേത്, ഇന്ന് ഈ കുട്ടികൾക്ക് എല്ലാവർക്കും ഫുട്ബോൾ കൊടുക്കണം. എത്ര ഫുട്ബോൾ കൊടുക്കുന്നത്? 100 ഫുട്ബോൾ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഫുട്ബോൾ കൊടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കുട്ടികളുടെ വ്യായാമം, അത് ഏറ്റവും ഫലപ്രദമായി ഏതെങ്കിലും ഒരു ഗെയിമിൽ അവരൊരു കോൺസെൻട്രേഷൻ ഉണ്ടാക്കി അവർക്കൊരു പ്രോത്സാഹനം നൽകി അവർ കുട്ടികൾ അതിൻ്റെ പുറകെ നടത്തുന്നു. ലഹരിക്കെതിരായിട്ടുള്ള നമ്മുടെ ഒരു ബോധവൽക്കരണം കൂടിയാണ്. കാരണം കുട്ടികൾ വെറുതെ ഒരു പ്രസിഡന്റ് KP അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു. WBC അംബാസഡർ KS വിനോദ് 100 ഫുട്ബോൾ കുട്ടികൾക്ക് വിതരണം ചെയ്തു. മുഹമ്മദ് ഷിയാസ് MLAക്ക് റെസിഡൻസ് അസോസിയേഷനുള്ള സ്വീകരണവും നൽകി. കൗൺസിലർ ഷേനി മാത്യു, മുൻമേയർ KJ സോൻ, ഇന്ത്യ ഗവൺമെന്റ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇത്രയും വൈവിധ്യങ്ങളും ഇത്രയും വൃത്തായ പൈതൃകം മലകളുള്ളതും അദൃശ്യമായ മലകളൊന്നും ഇല്ലാമായ അതിനെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് നമുക്ക് ഉള്ള പരിമിതി മനസ്സിലാക്കി സന്നദ്ധ സംഘടനകളും സന്നദ്ധ പ്രവർത്തകരെയും കൂട്ടണം എന്ന് തീരുമാനിക്കാൻ ട്രസ്റ്റ് രൂപപ്പെട്ടു. ഇന്ത്യയുടെ ആദ്യത്തെ ചെയർമാൻ രാജീവ് ഗാന്ധിയോടൊപ്പം നമ്മൾ ഇന്ത്യ രാജ്യത്ത് കേട്ടുവാനായിരിക്കുന്ന രേഖകൾ ഒപ്പിട്ടിരിക്കുന്ന ആളുകളെ ഏറ്റവും മഹത്തരമായ മെഡിക്കൽ നൽകാറുണ്ട്. ആ തരത്തിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി, നാഷണൽ ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ് രാജീവ് ഗാന്ധിയോടൊപ്പം തന്നെ അവർ 4 നഗരങ്ങളെ കുറിച്ച് പഠിക്കാൻ ടീമിനാണ്. അവർ കൊച്ചി, വാരണാസി ഗാർഡ്സ്, ദേശാലയങ്ങൾ 4 നഗരങ്ങളെ പഠിക്കാൻ ഫോർട്ടൂജി സെന്റ് ഫ്രാൻസിസ് CSI പള്ളി വികാരി ഫാദർ പ്രദീപ് ജോർജ്, കൽവത്തി ജുമാ മസ്ജിദ് ഇമാം അബ്ദുൽ ഖാദർ, പ്രൊഫസർ KNR ഭട്ട്, SI R അഞ്ജന, സെബാസ്റ്റ്യൻ കുരിശിങ്കൽ, മേജർ R രാജേഷ്, എഡ്രാക് ജില്ലാ വൈസ് പ്രസിഡന്റ് KS രമേശ്, എഡ്രാക് കൊച്ചി മേഖല വനിതാ പ്രസിഡന്റ് ബെറ്റ്സി ബ്ലൈസി, അനിത ഫെർണാണ്ടസ്, സെക്രട്ടറി ഡോക്ടർ അനു ഫ്രാൻസിസ്, ജില്ലാ സെക്രട്ടറി IJ ജോളി എന്നിവർ പ്രസംഗിച്ചു. ലഹരി വിരുദ്ധ സന്ദേശവുമായി ആൻഡ്രൂസ് പാരോടത്ത് മാജിക് ഷോ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി. ഡിഗ്രിയോ ഡിപ്ലോമയോ എന്തുണ്ടായിട്ടെന്താ? കാര്യങ്ങൾ ജോറായി നടക്കണമെങ്കിൽ നല്ല ജോലി, മികച്ച ശമ്പളവും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസോട് കൂടി ഇന്ത്യയിലും വിദേശത്തും മികച്ച തൊഴിലവസരങ്ങളുള്ള NCVT സർട്ടിഫിക്കറ്റോട് കൂടിയ ഫിറ്റർ കോഴ്സ്, ടാറ്റ സർട്ടിഫിക്കറ്റോടെ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ്, കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടിയ വെൽഡർ കോഴ്സ്, കൂടാതെ വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോട് കൂടിയ വളരെ കുറഞ്ഞ ഫീസിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ ഇനി ജൂബിലി മെമ്മോറിയൽ പ്രൈവറ്റ് ITI നിന്നും പഠിക്കാം.